എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബൽറാം കൈമൾ. ഇന്ന് നമ്മോടൊപ്പം ചാനലിൽ അതിഥിയായിട്ടുള്ളത് ഇന്ത്യയിലെ വളരെ സീനിയറായൊരു ജേർണലിസ്റ്റ്, മലയാളി കൂടിയായ ശ്രീ കുമാർ ചെല്ലപ്പനാണ്. നമസ്കാരം സാർ. നമസ്കാരം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രസകരമായ ജീവിതയാത്രയുടെ ഉടമയാണ്. ഒരു കെമിസ്ട്രി ബിരുദധാരി. ആദ്യകാലത്ത് ബാബ ആറ്റോ റിസർച്ച് സെൻറ്ററിൽ ഗവേഷണ പഠനത്തിൽ പങ്കാളിയായി. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം ജേർണലിസ്റ്റ് രംഗത്തേക്ക് കിടക്കുന്നു. അങ്ങനെ ദൂരദർശനിൽ അദ്ദേഹം ജോലി ചെയ്തു 10 വർഷം. 1995 ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. അവിടെ 6 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം DNA എന്ന് പറയുന്ന ഒരു ചെറിയ ഇന്ന് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പത്രസ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. പിന്നെ പയനീറിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു BSc കെമിസ്ട്രി തുടങ്ങി ജേർണലിസത്തിൽ കൂടെ മുന്നോട്ട് അദ്ദേഹം പ്രൊഫഷൻ കൊണ്ടൊരു അഡ്വക്കേറ്റാണ്. പെരുമ്പാവൂർ കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. ഇങ്ങനെ ദീർഘകാലമായ രസകരമായ ഒരു ജീവിതയാത്ര, ഒരു പ്രൊഫഷണൽ യാത്ര നടത്തിയിട്ട് അങ്ങനെ നമ്മുടെ മുന്നിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നല്ലൊരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആണെന്നുള്ളതാണ്. നിരവധി പൊളിറ്റിക്കൽ വാർത്തകൾ അദ്ദേഹം നമുക്ക് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് പോസ്റ്റൊക്കെ വ്യത്യസ്തമായ പല ആശയങ്ങളും ഉൾക്കൊള്ളുന്നതും നമുക്ക് പല കാര്യങ്ങളും മുന്നറിയിപ്പ് തരുന്നതുമാണ്. ഞാനൊക്കെ ഇത് ഫോളോ ചെയ്യുന്ന വ്യക്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലൊരാളെ സംബന്ധിച്ച്, ഞാനൊരു മാധ്യമപ്രവർത്തനമല്ല എങ്കിൽ പോലും ഞാൻ എഴുതാറുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ കുറച്ചൊക്കെ പാർഷ്യലായിട്ടെങ്കിലും പങ്കാളിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന വ്യക്തിയുള്ള ഒരാളാണ് ശ്രീ കുമാർ ചെല്ലപ്പൻ സാർ. അപ്പം അദ്ദേഹമാണെങ്കിൽ തന്നെ പല വാർത്തകളും കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു സുനാമി ഇയർലി വാർണിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടായപ്പോൾ അത് ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ചത് അദ്ദേഹമാണ്. 2011 തെരഞ്ഞെടുപ്പിൽ ജയലളിത ജയിക്കും എന്നാദ്യം പ്രെഡിക്റ്റ് ചെയ്തു പോലും അദ്ദേഹമാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അനാലിസിസ് എന്നുള്ളത് സാമാന്യം കൃത്യമാണ്. അദ്ദേഹത്തോട് എനിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ രാഷ്ട്രീയമായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, നമ്മുടെ ഇലക്ഷൻ അടുത്ത് വരികയാണ്. 2026 മെയ് മാസം ആകുമ്പോഴത്തേക്കും കേരളത്തിൽ നിയമസഭാ ഇലക്ഷനാണ്. ഇന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുവാണ്. ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് LDF വിട്ടു പോകുന്നു. അങ്ങനെ പാലായുടെ രാഷ്ട്രീയം, റബ്ബറിൻ്റെ രാഷ്ട്രീയം, കത്തോലിക്ക മതത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതൊക്കെ ഇടതുപക്ഷം വിട്ട് ചുമപ്പൻ പരവതാനി ഉപേക്ഷിച്ചിട്ട് UDFിലേക്ക് തിരിച്ചു വരികയാണ്. സാർ, ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അവരുടെ ഈ വരവിനെക്കുറിച്ചും അത് വന്നാലുള്ള സംഭവവികാസങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് UDFിലേക്ക് ചേരാൻ പോകുന്നത്, LDF വിട്ടിപ്പോൾ ചേരാൻ പോകുന്നത്. അതെ അതെ. അപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ ചരിത്രവും അതൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. അതൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആൻഡ് ഇറലവൻ്റ് ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം, അതിൻ്റെ യാത്ര, അത് മുഴുവൻ ആശ്രയിച്ചിരിക്കുന്ന ഒരു നേതാവിനെയാണ്. അതെ. അങ്ങനെ ഒരു നേതാവ്, ഒരു കരിസ്മ ഉള്ളൊരു നേതാവ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇല്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് KM മാണി ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ KM മാണി എന്ന് പറയുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫിനോമിനൻ ആയിരുന്നു, ഒരു പ്രതിഭാസമായിരുന്നു. അതിൻ്റെ ഒരു 14 മൈൽ ദൂരെ പോലും വരില്ല ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. പിന്നെ നമ്മളെല്ലാം പറയുന്നത് പോലെ മാനേജ്മെന്റ് കോട്ടയിൽ രാജ്യസഭയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നിയമസഭയിൽ നിന്ന് ശരീരനങ്ങാതെ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല, ഒരു പൂവമ്പഴം സ്റ്റൈലാണ് അദ്ദേഹം. ഈ രാഷ്ട്രീയം എന്താ പറയുക, അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ജോലിയല്ല. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത് പാലാ സൈഡിലും അതേപോലെ ആ ചുറ്റുവട്ടങ്ങളുള്ള പ്രദേശങ്ങളിലുള്ള UDFിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവനും ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFിൽ വന്നാൽ അവർ പ്രവർത്തനം നിർത്തിവെക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് കാരണം പാലാ മണ്ഡലം KM മാണിയുടെ കുത്തക സീറ്റായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ എത്രയോ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ മാണി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മാണി UDFിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയൊരു ഘടകമായിട്ട് മാറും എന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജോസ് കെ മാണിയേക്കായും നമ്മൾ ശ്രദ്ധിക്കേണ്ട വ്യക്തി PJ ജോസഫാണ്.
പി ജെ ജോസഫ് കാര്യം 85 വയസ്സോളമൊക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്, അനാരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. അതായത് പഴയ കേരള കോൺഗ്രസ് നേതാവിൻ്റെ ഒറിജിനൽ യഥാർത്ഥ കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. ഇന്ന് അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടാവാമായിരുന്ന ഒരാളുണ്ട്, അതിപ്പോ BJPയുടെ കൂടെയാണ്, പി സി ജോർജ്. ജോർജ് എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും ജയിക്കും. പക്ഷെ കഴിഞ്ഞ തവണ ജോർജ് ഇലക്ഷനിൽ തോറ്റത് വേറെ എന്താ പറയണ ഒരു റിലീജിയസ് പോളറൈസേഷന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അദ്ദേഹം അവിടെ CPM-നെയും കോൺഗ്രസിനെയും രണ്ട് മുന്നണികളെയും തോപ്പിച്ച് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. BJPക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു റിക്രൂട്ടാണ് കേട്ടോ പി സി ജോർജ്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കേരള കോൺഗ്രസിന്റെ സ്ഥാപകർ എന്ന് പറയുന്ന ആൾക്കാർ 4 വ്യക്തികൾ. അത് KM മാണി, മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ, അതുപോലെ R ബാലകൃഷ്ണനുള്ള മന്നത്ത് പത്മനാഭൻ. ഈ 4 പേര് ചേർന്ന് മന്നത്ത് പത്മനാഭൻ ഭദ്രദീപം കൊളുത്തിയാണെന്ന് ഉദ്ഘാടനം ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു നായർ കത്തോലിക്ക കൂട്ടുകെട്ട് രാഷ്ട്രീയമായിരുന്നു. മറ്റു പലതിനെയും എതിരായിട്ട് ഒരു നായർ കത്തോലിക്ക. ഇതിൻ്റെ ഒരു എഫക്റ്റ് പത്തനംതിട്ട, അതുപോലെ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയുടെ പകുതി ഭാഗം, ഇത്ര ഏരിയയിൽ വളരെ സുദൃഢവും പിന്നെ ചില കുടിയേറ്റ മേഖലകളിലേക്കായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇന്ന് പഴയ ആ ഒരു അതായത് നമ്മൾ കാണുമ്പോൾ ജോസ് കെ മാണി UDF വരുന്നു. ഓൾറെഡി PJ ജോസഫ് UDF തന്നെയാണ് നിൽക്കുന്നത്. പഴയ ബാലകൃഷ്ണയുടെ മകൻ LDF ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴും ഇവർ രണ്ടുപേരും PJ ജോസഫും ജോസ് കെ മാണിയും ഈ 2 ഗ്രൂപ്പും ഒരുമിച്ച് UDF വരുമ്പോൾ ഒരു കേരള കോൺഗ്രസുകളുടെ പഴയ ലയനം പോലെ ഒരവസ്ഥയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ലയനിട്ട് ലയനമല്ല, പക്ഷേ ലയിച്ച് ഒരുമിച്ച് വന്ന പോലെ ആ വോട്ടുകൾ UDF അനുകൂലമാകാനുള്ള സാധ്യത സാറ് കാണുന്നു? എനിക്ക് തോന്നണില്ല ജോസഫിനും പിന്നെ ജോസ് കെ മാണിക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. കാരണം ഈ കേരള കോൺഗ്രസിന്റെ ലയനവും സ്പ്ലിറ്റിങ്ങും ഒക്കെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നൊക്കെ പറയാം. ആ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ജനങ്ങള് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലാണ് ഈ 2 ഗ്രൂപ്പുകളെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണമെന്ന്. ഈ കത്തോലിക്ക സഭയും അങ്ങ് പറഞ്ഞല്ലോ, മന്നത്ത് പത്മനാഭനും ബാലകൃഷ്ണ പിള്ളയും കൂടി ജോയിന്റ് ഫൗണ്ടേഴ്സാണ് കേരള കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത്. ഈ സഭ ഈ രാഷ്ട്രീയത്തെ കൊളാക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴത്തെ പ്രധാന ഡിമാൻഡ് മതപരിവർത്തനം എന്നുള്ള ഒരു ഘടകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിലെ മതപരിവർത്തനമോ ഇന്ത്യയിലെ മൊത്തം. ഇവ ഇന്നലെ തന്നെ ഞാൻ ഒരു വാർത്ത കണ്ടു. മധ്യപ്രദേശിലല്ല, ഉത്തർപ്രദേശിൽ അക്ബർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 പേര് ചേർന്ന് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തന നിരോധന ബില്ലിൽ എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം ചെയ്തുകൊണ്ട് അവരെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇന്നോ അല്ലെങ്കിൽ നാളെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉണ്ട്. അവര് എന്താ പറയണം പ്രസ്താവന ഇറക്കും. അവർക്കൊരു ഇക്കോ സിസ്റ്റം ഉണ്ട്. വെബ്സൈറ്റുകളും പോർട്ടലുകളും വഴി അവരിങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കും ഇന്ത്യയിൽ ക്രൈസ്തവർ ഭീഷണിയിലാണ്. അപ്പൊ അവർക്ക് എങ്ങനെ BJP ആയിട്ട് അല്ലെങ്കിൽ ഹിന്ദു സമുദായമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല. ഈ മന്നത്ത് പത്മനാഭൻ തന്നെ സാർ അത് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംശയം വീണ്ടും. അതായത് സമീപകാലത്ത് പല ബിഷപ്പുമാരും BJP ആയിട്ട് അടുത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് വിളിക്കുന്ന ഒന്ന്. ഞാൻ ഇതിൻ്റെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ചില വിജയങ്ങൾ കണ്ടു. ഒന്ന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി പ്രവർത്തനം നടത്തിയ പലയിടത്തും BJPക്ക് നല്ല മുന്നേറ്റമുണ്ട്. അദ്ദേഹം നേരിട്ട് പ്രവർത്തനം നടത്തിയ ഒരു സ്ഥലമാണ് മുനമ്പം. സമരം നടന്ന പ്രദേശത്ത് 2 വാർഡുകൾ BJP തന്നെയാണ് ജയിച്ചത്. അപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ ഒരുപക്ഷെ അതിനകത്ത് BJP പല ഘടകങ്ങളുണ്ടാവും. പക്ഷേ PC ജോർജും ഷോൺ ജോർജും ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിച്ച പലയിടത്തും BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മുന്നേറ്റം നിലനിൽക്കാനും അത് കുറച്ചുകൂടെ വളരാനും ബിഷപ്പുകാരുടെ ഭാഗത്തിന് സഹായം ഇല്ലെങ്കിൽ പോലും ക്രിസ്തീയ ജനതയുടെ ഒരു പിന്തുണയിൽ, അതിൽ റോമൻ കത്തോലിക്കരും ലത്തീൻ കത്തോലിക്കരും ആയിരിക്കും പ്രധാനമായിട്ടുണ്ടാവണേ. അങ്ങനെ പോകാൻ എന്തെങ്കിലും സാധ്യത എന്താണ് സാറിൻ്റെ അനാലിസിസ്? ജോർജിൻ്റെ നേതൃത്വത്തിൽ BJPയിലേക്ക് കണ്ടമാനം വോട്ടുകൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ജോർജിൻ്റെയും പിന്നെ ഷോൺ ജോർജിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്
അസാമാന്യ വ്യക്തിത്വമാണ്. 7 തവണയോ 8 തവണയായിട്ട് അദ്ദേഹം നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇരുമുന്നണികളുടെ സഹായം ഇല്ലാതെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വ്യക്തിപ്രഭാവമുണ്ട്. ആ പഴയ ദ വിൻറ്റേജ് കേരള കോൺഗ്രസ് നേതാക്കന്മാരിലെ അവരുടെ പ്രതിഭേനേക്കായും കൂടുതൽ പ്രതിഭയുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജോർജ് സാറിന്. എനിക്ക് ഒരു രസകരമായൊരു നിരീക്ഷണം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്, ഈ പറഞ്ഞ 2 നായർ നേതാക്കന്മാരും 2 കത്തോലിക്ക നേതാക്കന്മാരും ചേർന്നുണ്ടാക്കിയ കേരള കോൺഗ്രസ്സിൽ ഇന്നും ആ ജനപിന്തുണ നിലനിർത്തിയേക്കുന്ന ഏക വ്യക്തി പി സി ജോർജ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം NSSുമായിട്ട് വളരെ അടുത്ത ബന്ധം. അതുകൊണ്ട് അവിടെ എന്തും സുകുമാരൻ നായരെ മണിച്ചേട്ട എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തി, അവിടെ ഹാർദവമായ സ്വീകരണം നേടുന്ന ഒരാൾ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാത്രമേ നിലവിൽ കേരള കോൺഗ്രസ്സിൽ ഒരു നായർ ഫാക്ടറിയും കൂടെ ഒപ്പം നിർത്താനുള്ള കഴിവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ തിരിച്ച് പാലായിൽ നായർ സമുദായം കേരള കോൺഗ്രസിനെ എന്നോ വിട്ടുകഴിഞ്ഞു എന്നൊരു പ്രശ്നം കൂടി കാണുന്നുണ്ട്. കാരണം BJPയുടെ വോട്ടുകൾ വർദ്ധിക്കുന്നത് പ്രധാനമായിട്ട് ഈ നായർ വോട്ടുകളോട് നിറയുക. ഇപ്പോൾ ഈഴ വോട്ടുകൾ BJPയിലേക്ക് കാര്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ പാലായിൽ നായർ വോട്ട് കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ ജോസ് കെ മാണിയുടെ പരാജയത്തിന് വരെ അത് വഴി വെച്ചില്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ അതല്ലേ കണ്ടത് നമ്മൾ 2020 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്നൊരു വലിയ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സഭ, ക്രൈസ്തവ സഭ, അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഒരു പ്രശ്നമല്ല. ഒരിക്കലും ദേ ആർ ഫ്ലഷ് വിത്ത് ഫണ്ട്. അത് അവർ ഇറക്കി കളിക്കും. അത് മാത്രമല്ല, ഈ പറയുന്ന ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് CPM-നെതിരായിട്ട്. അതും ഈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ അതർവൈസ് മാണി ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ UDF-ന് ആ ഏരിയയിൽ, മധ്യ തിരുവിതാംകൂർ ഏരിയയിലും വോട്ടുകൾ ധാരാളം കിട്ടും അവർക്ക് ഇപ്പോഴത്തെ പൊസിഷനിൽ. അത് എന്താ പറയണേ, അതിന് ജോസ് കെ മാണിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും ആയിരിക്കില്ല. ജോസ് കെ മാണി ഏത് മുന്നണിയിൽ ചെല്ലുന്നോ ആ മുന്നണിക്ക് അയാളൊരു ബാധ്യതയാണ്. അതാണ് പ്രശ്നം. അദ്ദേഹത്തെ കൊണ്ട് ഒരു അങ്ങേക്ക് തോന്നണില്ലേ, എന്താ പറയണേ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു കഴിവിന് അദ്ദേഹത്തിന് അതിലെത്രയോ ഭേദമാണ് റോഷി അഗസ്റ്റിൻ. ഞാൻ ആദ്യമായിട്ടാണ് റോഷി അഗസ്റ്റിനെ എന്ന നേതാവിനെ അറിയണത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജയിച്ച മന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ്. അത് ജോസ് കെ മാണി നിയമസഭാ മന്ത്രി അംഗം അല്ലാത്തത് കൊണ്ട് മാത്രം റോഷി അഗസ്റ്റിൻ മന്ത്രിയായി. പക്ഷെ അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ജോസ് കെ മാണിയേക്കായും നല്ലൊരു വ്യക്തിപ്രഭാവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുന്നിടത്തോളം ഇപ്പൊ ഇത് ഒരു സ്പ്ലിറ്റിലേക്ക് വഴിതെളിക്കാണ്. അങ്ങനെയെങ്കിൽ, അതായത് ഇവരുടെ വരവ് UDF-ന്റെ സ്പ്ലിറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ ഇലക്ഷൻ എങ്ങോട്ടായിരിക്കും നമ്മളെ നയിക്കാൻ പോകുന്നത്? അതൊരു വളരെ ടു ഏർലി ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ എന്നാലും എൻ്റെ പഠനം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ബിഗ് വിക്ടറി. ഒരു UDF-നും LDF-നും ഒരു വൻ വിജയമൊന്നും അവകാശപ്പെടാനില്ല. ഏതാണ്ട് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരിക്കും. വ്യക്തമായിട്ട് UDF-ന് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച 100 സീറ്റിന് വരെ അവർ ഞങ്ങൾ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുഖവലിക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് ഒരു മറ്റേ വെല്ലുവിളി എന്നുള്ള, ഇപ്പോൾ ജോർജ് ഫോർമാനും മുഹമ്മദ് അലിയും തമ്മിൽ പണ്ട് ബോക്സിങ് നടക്കുമ്പോൾ പറയില്ല, ഞാൻ അവനെ 2ാമത്തെ റൗണ്ടിൽ ഇടിച്ച് തീർക്കും, അതാണ്. അതുപോലെയുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് മാത്രം കണക്കാക്കി വെച്ചാൽ മതി. ഇവിടെയാണ് BJPയുടെ പ്രസക്തി വരുന്നത്. BJP ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BJPക്ക് ഒരു പക്ഷെ 5 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ 5 സീറ്റ് ഒരു പക്ഷെ ഗെയിം ചേഞ്ചർ ആവാൻ മതി. തീർച്ചയായിട്ടും. ഒരു ഹങ് അസംബ്ലി കേരള, ഇത് തമിഴ്നാട്ടിൽ ഇത് തന്നെ ഉണ്ടാവാൻ പോണേ. തമിഴ്നാട്ടിലും ഒരു ഹങ് അസംബ്ലിയിലേക്കുള്ള ഒരു പോക്കാണ് ഇപ്പോഴത്തെ കാര്യം കണ്ടിട്ട് തോന്നുന്നത്. ഇത് ഇരു കൂട്ടരും എന്താ പറയണേ, കളിക്കേണ്ട രീതിയിൽ കളിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഹങ് അസംബ്ലി. അതിനപ്പുറത്ത് ഈ UDF-ന് ഞാൻ അത്ര വോട്ട് കൊടുക്കുന്നില്ല. UDF-ന് അങ്ങ് നേരത്തെ ചോദിച്ചില്ലേ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. CPM-ല് നോ ഡൗട്ട് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. UDF-ൽ ആരാവും മുഖ്യമന്ത്രി എന്നുള്ള വലിയ അടിയായിരിക്കും, ഭയങ്കര അടിയായിരിക്കും. ഇത് ജനങ്ങൾക്ക് അറിയാം. പലരും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കും. നിലവിലെ പ്രതിപക്ഷ നേതാവിനെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾ കാണുന്നേയില്ല. വളരെ വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനായിട്ട്. ഐ എം വെരി സോറി. കാരണം എനിക്ക് സതീഷിനെ വ്യക്തിപരമായിട്ടോ ഒന്നും അറിയില്ല.
ഞാൻ ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ ചാനലുകളിൽ കാണും, പത്രങ്ങളിൽ വായിക്കും, ഇതെല്ലാം നോക്കി പിന്നെ ആൾക്കാരോടൊക്കെ സംസാരിക്കും. അതിൽ അങ്ങക്കൊരു കാര്യം അറിയോ, ഈ എലക്ഷൻ റിസൾട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. യു അണ്ടർടേക്ക് എ ജേർണി ഫ്രം കാസർഗോഡ് ടു പാറശാല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാം. അതിനകത്തുനിന്ന് ഒരു വ്യതിയാനവും വരാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം സതീഷിനെ കുറിച്ച് നമുക്ക് മറക്കാം. പക്ഷെ എന്നാലും വേറെ പല പ്രശ്നങ്ങളും UDF-നുണ്ട്. അതായത് ഇപ്പം നിലവിൽ ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ, അതിനുശേഷം ഉണ്ടായ പഞ്ചായത്ത് ഇലക്ഷൻ, ഇത് രണ്ടിലും കാണിച്ചിരിക്കുന്നത് റിലീജിയസ് മൈനോറിറ്റീസ്, പ്രത്യേകിച്ചും മുസ്ലിം സമുദായം UDF-ലേക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ UDF-ലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത്. പിന്നീട് മാണി വരുമ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ബിഷപ്പുമാരിടപെട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ നോക്കുന്നു. അപ്പോൾ കേരളത്തിലെ മൈനോറിറ്റി വോട്ടുകളുടെ ഒരു ധ്രുവീകരണമാണ് ഇപ്പം നിലവിൽ ചിലരൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് ആ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാൻ സാധ്യതയില്ല എന്നും പകരം ഒരു തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് സാറിന് തോന്നുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു തൂക്കുമന്ത്രിസഭയാണ് ഞാൻ കാണുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് ഇനിയുണ്ടല്ലോ സമയം. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യാനുണ്ട്, ക്യാമ്പയിൻ ഉണ്ട്, എന്തും നടക്കാം. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമുള്ളൊരു കാലഘട്ടമാണ്. അതെ, ശബരിമല വിഷയവും ശബരിമല, പിന്നെ മറ്റേ ക്രമസമാധാന പ്രശ്നങ്ങൾ, പിന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പ്രശ്നങ്ങളല്ലേ. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കൈ കഴുകാൻ പറ്റുമോ അവർക്ക്? ഒരിക്കലും. PJ കുര്യന്റെ ചെവിയിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ പറഞ്ഞു എന്ന് പറയണ്ട, അതോടുകൂടി കുര്യൻ ഒരു U-ടേൺ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരോ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 കേസല്ല 30 കേസായാലും അത്ഭുതപ്പെടാനില്ല, ഈസ് എ പ്രെഡേറ്റർ എന്ന് പറയണ. ഞാൻ നേരിട്ട് കണ്ടാണ്. കേരള മുഖ്യമന്ത്രി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അയാളൊരു സൈക്കോപാത്ത് എന്നോ അതല്ലെങ്കിൽ ഒരു പെർവേർട്ടഡ് പേഴ്സൺ ആണെന്ന് പറയുന്നു. എന്താ ഈ പെർവേർട്ടഡിന് മലയാളത്തിൽ പറയണ എന്താ വൈകൃതങ്ങളുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരു MLA-നെ പറ്റി എനിക്ക് തോന്നണില്ല വിജയൻ BJP-കാരെ RSS-കാരെ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഗതിയിട്ടിട്ട് പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അപ്പൊ അത് ജനങ്ങളതെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ ഇപ്പൊ? അത് മാത്രമല്ല സോഷ്യൽ മീഡിയ ഇസ് വെരി ആക്റ്റീവ്. കുറച്ചെങ്കിലും അങ്ങേപ്പോലുള്ളവര് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ, എന്താണ് അതിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്നുണ്ട് പാഠങ്ങൾ. അപ്പം അത് തന്നെ ഒരു വലിയ ഇതാണ്. ഞാനിപ്പോഴും എൻ്റെ ബലമായ വിശ്വാസം, ഞാനിത് സമ്മതിച്ച് ചെയ്യുമ്പോഴും പറയണത്, ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള UDF-ന് മാണി ഗ്രൂപ്പിനെ കൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാവാൻ പോകുന്നത് അതൊരു ബാധ്യതയായിട്ട് മാറാതിരുന്നാൽ അവർക്ക് കൊള്ളാം. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.